കർത്തൃനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വന്യ അറമ്പാച്ചന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ശുശ്രൂഷ സംഘാംഗങ്ങളെ, വിശ്വാസി സമൂഹമേ, ഒരു പ്രബോധന ശുശ്രൂഷയുടെ ആവശ്യം ഈ ദിവസത്തിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം വായിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എല്ലാം നമുക്കുള്ള പ്രബോധനങ്ങളാണ്. പിതാക്കന്മാർ നമുക്കായി ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥനകളെല്ലാം വിശ്വാസി സമൂഹത്തിനുള്ള പ്രബോധനങ്ങളായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. ഇന്ന് വലിയ വെള്ളിയാഴ്ച, ലോകത്തിന് നിസ്വാർത്ഥമായ സ്നേഹം കാണിച്ചു തന്ന ഒരു ദിവസമാണ്. നിസ്വാർത്ഥമായ സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അവൻ്റെ ജീവിതത്തിൽ വന്നു ചേരരുത് എന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹവും അതുതന്നെയാണ്. അതിനുവേണ്ടിയാണല്ലോ നാം നിരന്തരം പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ അപ്രകാരമാണ്. എന്നാൽ ഒരു മനുഷ്യൻ അവൻ ജനിച്ച നാൾ മുതൽ അവൻ്റെ മരണത്തോളവും അവൻ കഷ്ടതകളെ സഹനങ്ങളെയും ഇഷ്ടപ്പെടുകയായിരുന്നു. വേദനകളെയും കഷ്ടതകളെയും സഹനങ്ങളെയും സഹിക്കുമ്പോൾ നാം കരയുമെങ്കിൽ ഈ മനുഷ്യൻ ഈ കഷ്ടതകളെയും ഈ വേദനകളെയും ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ഗോകുൽത്തായുടെ നെറുകയിൽ ക്രൂശിന്മേൽ താൻ തൂക്കപ്പെട്ടപ്പോൾ ഒരു തരത്തിലുള്ള വൈമുഖ്യവും തൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരോട് അവൻ കാണിച്ചില്ല. അവർക്കെതിരായി ഒരു വാക്കുപോലും പറയുകയേ ചെയ്തില്ല. മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർ ചെയ്യുന്ന തെറ്റിനെ ഓർത്ത് വിലപിക്കുവാൻ മാത്രമേ ആ മനുഷ്യന് സാധിച്ചുള്ളൂ. നാമും ആ മനുഷ്യൻ്റെ, ആ മനുഷ്യപുത്രൻ്റെ പിൻഗാമികളായി ഇന്ന് ഈ ലോകത്തിൽ വിളങ്ങുന്നവരാണ്. പരിശുദ്ധ പിതാക്കന്മാർ വളരെ മനോഹരമായി ഈ ആശയത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച പ്രമിയോൻസതറാകളിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വാക്ക്, ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: കഷ്ടത കൊണ്ട് പീഡിപ്പിച്ചവനായ ശക്തിമാനായ ദൈവമേ, നിനക്ക് സ്തുതി. കഷ്ടതകൾ കൊണ്ട് പീഡിപ്പിച്ചവനായ ശക്തിമാനായ ദൈവമേ, നിനക്ക് സ്തുതി. എത്ര അർത്ഥവത്തായ വരികളാണ്. ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഏറെ വരുമ്പോൾ ആ കഷ്ടതകളെ കുറിച്ച് വിലപിക്കുകയല്ല, ആ സാഹചര്യത്തിൽ ശക്തമായി അടിയുറച്ചു നിന്ന് കൂടുതൽ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുവാനാണ് ഇവിടെ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റ് ചിന്തകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നാം ചിന്തിക്കേണ്ടതും നാം ഇന്ന് ധ്യാനിക്കേണ്ടതും ഇത് തന്നെയാണ്. ഈ വലിയ വെള്ളിയാഴ്ച നാം ധ്യാനിക്കേണ്ടതും കഷ്ടതകളെ കുറിച്ചാണ്. തമ്പുരാൻ നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളെ കുറിച്ചാണ്, പീഡകളെ കുറിച്ചാണ് നാം ധ്യാനിക്കേണ്ടത്. ക്രൂശിന്റെ ചുവട്ടിൽ നാം ആയിരിക്കുമ്പോൾ, ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മിലെ ചില മൃഗീയ സ്വഭാവങ്ങളെ മാറ്റിവെച്ച് നമ്മെ പോലെ ശരീരവും രക്തവുമുള്ള ഒരു മനുഷ്യൻ സകലവിധമാകുന്ന പങ്കപ്പാടുകളുമേറ്റ് ആ ക്രൂശിൽ പിടയുമ്പോൾ നാമും ആ വേദന ഉൾക്കൊള്ളുവാൻ നമുക്കും സാധിക്കണം. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ബോധങ്ങളുമെല്ലാം
അത്തരത്തിൽ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകുമ്പോൾ മാത്രമേ ഈ അനുഭവത്തിൻ്റെ നല്ല വശങ്ങളെ നമുക്കും അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ദൈർഘ്യമേറിയ പാട്ടുകളും പ്രാർത്ഥനകളും ഒരു ദിവസം മുഴുവൻ കുമ്പിടിയിലുമായി നാം ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടായേക്കാം. എന്തിനു വേണ്ടി ഇത്ര ദൈർഘ്യമേറിയ പ്രാർത്ഥനകൾ നാം ആചരിക്കുന്നു? എന്തിനു വേണ്ടി ഇത്ര നീളമുള്ള പ്രാർത്ഥനകളും ഇത്ര വലിയ പ്രമ്യൂൺ സദറാകളും ഏവങ്കേലിയോനുമൊക്കെ നാം വായിക്കുന്നു? ഇത് ഒരു കാര്യം തന്നെയല്ലേ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. എന്നാൽ ഇതിനുള്ള ഉത്തരം ക്രിസ്തു എന്ന ഒരു ഉത്തരം മാത്രമേ അതിനുള്ളൂ. ക്രൂശിതനായ ക്രിസ്തു മാത്രമാണ് അതിന് ഉത്തരമായിട്ടുള്ളത്. നാം എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ദേവാലയത്തിലേക്ക് വന്ന് നാം പ്രാർത്ഥിക്കുവാനായി വീണ്ടും തലകളെ വണക്കുന്നത്? നാം എന്തുകൊണ്ടാണ് നമ്മുടെ കഷ്ടതകളുടെയും നമ്മുടെ പ്രയാസങ്ങളുടെയും മധ്യേ ഈ ദൈവസന്നിധിയിലേക്ക് വന്ന് തലകളെ വണക്കുവാനായി വീണ്ടും ഒരുമ്പെടുന്നത്? ഈ ലോകത്തിന്റെ ഭൗതികമാകുന്ന നേട്ടങ്ങൾ കൊണ്ട് ഒരുപക്ഷെ എനിക്ക് പലതും നേടുവാൻ സാധിച്ചേക്കാം. എൻ്റെ കഷ്ടതകളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ പ്രയാസങ്ങളിൽ ഞാൻ നേടിയിട്ടുള്ള സകലവിധ സമ്പത്തുകളുടെയും മാനങ്ങളുടെയും യശസ്സുകൊണ്ട് എനിക്ക് പലതും നേടിയെടുക്കുവാൻ സാധിച്ചേക്കാം. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ ഉറപ്പായും വന്നിരിക്കും. എന്താണ് കാരണം? എബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നമ്മുടെ കർത്താവ്, നാം വിളിക്കുന്നവനായ നമ്മുടെ കർത്താവ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളേക്കാൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ്. ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചവനാണ്. അതുകൊണ്ട് എൻ്റെ വിളികൾക്കും എൻ്റെ പരീക്ഷകൾക്കും മധ്യേ ഞാൻ ദൈവത്തെ വിളിക്കുമ്പോൾ അവൻ എനിക്ക് ഉത്തരമരുളുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചവനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്കും എത്തേണ്ടിയിരിക്കുന്നു. ഗോകുൽത്തായുടെ മുകളിൽ നാം 3 കുരിശുകളെയാണ് ദർശിക്കുന്നത്. 2 കള്ളന്മാരുടെ മധ്യേ തൂക്കപ്പെടുന്നവനായ കർത്താവ്. ഈ 3 കുരിശുകളെ പറ്റി സഭാപിതാക്കന്മാർ വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ഈ 3 കുരിശുകൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരനുഭവമാണ് നമ്മുടെ വിശ്വാസത്തിൽ ഉള്ളത്. ഈ 3 കുരിശുകൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഈ 3 കുരിശുകൾ മനുഷ്യജീവിതത്തിന്റെ 3 ഭാവങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കുരിശ് അത് കർത്താവിന്റെ കുരിശാണ്. അത് സഹനത്തിന്റെയും കഷ്ടതയുടെയും കുരിശാണ്. രണ്ടാമത്തെ കുരിശ് രൂപാന്തരത്തിന്റെ കുരിശാണ്. മൂന്നാമതായുള്ളൊരു കുരിശ് അത് തിരിച്ചറിവിന്റെ കുരിശാണ്. ഇപ്രകാരം 3 കുരിശുകൾ നമുക്ക് ഉണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇത്തരത്തിൽ 3 കുരിശുകളാണ് നാം ദർശിക്കുന്നത്. എന്താണ് ഈ കുരിശുകളുടെ പ്രത്യേകത? യഹൂദന്മാരെ സംബന്ധിച്ച് നിന്ദ്യമായ ഒരു കാര്യമാണ് ക്രൂശിക്കപ്പെടുക എന്നുള്ളത്. മരക്കുരിശ് എന്നത് വളരെ നിന്ദാകരമായ, ആക്ഷേപകരമായ ഒരു വസ്തുവാണ്. ഒരുവന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മൃഗീയമായ ഒരു മരണമാണ് ക്രൂശ് മരണം എന്നുള്ളത്. എന്നാൽ ദൈവം യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് തെരഞ്ഞെടുത്തത് ക്രൂശ് മരണമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ക്രൂശ് മരണം തെരഞ്ഞെടുത്തത് എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നാം ഇപ്പോൾ വായിച്ചു കേട്ട
ശ്ലീഹ ഭാഗത്ത് വളരെ മനോഹരമായി പൗലോസ് ശ്ലീഹ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. 1 കൊരിന്ത്യർ 1-ാം 27-ാം വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. നമ്മുടെ പിതാക്കന്മാർ അതുകൊണ്ടാണ് ഈ വേദവാക്യത്തെ ആസ്പദമാക്കി ഈ കുരിശിനെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: നിന്ദ്യമായിരുന്ന മരക്കുരിശിനെ വന്ധ്യമാക്കി തീർത്ത, ബഹുമാനയോഗ്യമാക്കി തീർത്ത ഒരു ഭാവത്തെയാണ് ഈ കഷ്ടാനുഭവാഴ്ച നാം ധരിക്കേണ്ടത്. നിന്ദ്യമായിരുന്ന മരക്കുരിശിനെ വന്ധ്യമാക്കി തീർത്ത ക്രിസ്തുവിന്റെ ഭാവമാണ് നാം ഈ ദിവസം നാമും ധരിക്കേണ്ടത് ഇതേ ഭാവം തന്നെയാണ്. എന്താണ് ആ ഭാവം? അത് ക്രിസ്തുവിന്റെ ക്രൂശിൽ നാം കാണുന്ന കഷ്ടതയുടെ, സഹനത്തിന്റെ ഭാവമാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പലതവണ ആവർത്തിച്ച് പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതെന്ന് പൗലോസ് ശ്ലീഹ വളരെ ശക്തമായി പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ ക്രൂശിനെ നോക്കി നമുക്കും യാത്ര ചെയ്യുവാൻ ഇടവരട്ടെ. ഈ ക്രൂശിനെ നോക്കി നമുക്കും പ്രാർത്ഥിക്കുവാൻ ഇടവരണം. ഈ ക്രൂശ് നമുക്ക് നൽകുന്ന നല്ല പാഠങ്ങൾ ഇതാണ്. ഒന്നാമതായി, നാം സഹനവും കഷ്ടതയും പറ്റി തിരിച്ചറിവുള്ളവരാകണം. എന്താണ് കഷ്ടത? ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കഷ്ടത എന്നത് ഉറപ്പായും ഉള്ള കാര്യമാണ്. കഷ്ടതയില്ലാത്ത ഒരു ജീവിതം ഒരുവനും ഉണ്ടാകയില്ല എന്ന് സ്പഷ്ടം. കഷ്ടതകൾ നമുക്ക് നൽകുന്ന നല്ല അനുഭവം എന്താണ്? പ്രത്യേകിച്ച് അഭിയുന്ന തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ധ്യാനത്തിൽ ഇത് വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. ഗ്ലോറിഫിക്കേഷൻ only through sufferings. ഗ്ലോറിഫിക്കേഷൻ only through sufferings. കഷ്ടതകളിലൂടെ മാത്രമേ മഹത്വീകരണം നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതിനെ അടിസ്ഥാനമാക്കി 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വേദഭാഗവും നാം ചിന്തിച്ചതാണ്. അതിലെ ആദ്യ ഭാഗം നാം ചിന്തിക്കുകയുണ്ടായി. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഈ വേദഭാഗം സംബന്ധിച്ച് തിരുമനസ്സുകൊണ്ട് നമ്മുടെ ധ്യാനത്തിൽ ഓർപ്പിക്കുകയും നമുക്ക് നല്ല ചിന്തകൾ പകർന്നു നൽകുകയും ചെയ്തു. ഇതിന്റെ 2-ാം ഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 10-ാം വാക്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അടുത്ത ഒരു സെന്റൻസ് ആണ് ഏറെ മനോഹരമായിട്ടുള്ളത്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസ് ശ്ലീഹ ഈ ലേഖനങ്ങൾ എഴുതിയപ്പോൾ, പ്രത്യേകിച്ച് 11-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയുള്ള ഈ വേദഭാഗങ്ങളെ, 11-ാം അധ്യായം 16-ാം വാക്യം മുതൽ 12-ാം അധ്യായം 10 വരെയുള്ള വാക്യഭാഗങ്ങളെ ചില വേദപണ്ഡിതാക്കൾ വിശേഷിപ്പിക്കുന്നത് ഇത് ഒരു വിഡ്ഢിപ്രസംഗം എന്നാണ്. പൗലോസിന്റെ വിഡ്ഢിപ്രസംഗം എന്നാണ് പറയുന്നത്. ഫൂളിഷ് ടോക്കായിട്ടാണ്, പൗലോസിന്റെ ഫൂളിഷ് ടോക്കായിട്ടാണ് ഇതിനെ ചില പഠിതാക്കൾ പറയുന്നത്. കാരണം ഒരു മനുഷ്യനും തന്റെ ബലഹീനതയെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനും അവന്റെ ബലഹീനതയെ ഒരു ലോകത്തിന് മുമ്പിൽ, മനുഷ്യന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പൗലോസ് ശ്ലീഹ ഈ അധ്യായങ്ങളിലൂടെ താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന, തനിക്കുണ്ടായിട്ടുള്ള ബലഹീനതകളെ ശക്തമായി
കോരിന്ത്യ സഭയോട് പ്രതിപാദിക്കുകയാണ്. അതുകൊണ്ടാണ് 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞത് അവസാനിപ്പിക്കുന്നത്. എന്താണ്? ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എന്താണ് എൻ്റെ ബലഹീനത? എന്താണ് ഞാൻ നേരിടുന്ന ബലഹീനത എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. അവിടെയാണ് ഈ ക്രൂശിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടത്. എന്താണ് നാം നേരിടുന്ന ബലഹീനത? ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. ദൈവസന്നിധിയിൽ നമ്മുടെ ബലഹീനതകളും ഭോഷത്വങ്ങളും നിസ്സാരമാണ്. നാം ചിലപ്പോൾ ചിന്തിക്കും, ദൈവം എന്ത് മടയത്തരമാണ് നമ്മളോടൊക്കെ കാണിച്ചിരിക്കുന്നത്. ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ദൈവമേ നീ എനിക്ക് എന്തിന് ഈ കഷ്ടത നൽകി, ഈ ബുദ്ധിമുട്ട് നൽകി എന്ന് നാം തന്നെ ചോദിക്കും. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, ദൈവത്തിന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും തന്നെ പിഴച്ചു പോയിട്ടില്ല. അവിടെ നാം നേടേണ്ടത് കഷ്ടതകളുടെ മധ്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആത്മശരീരങ്ങളെ പുതുക്കുന്ന അനുഭവത്തിലേക്കാണ് നാം എത്തേണ്ടത്. കഷ്ടത നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം ഇതാണ്. കഷ്ടതകൾ നമ്മളുടെ ആത്മശരീരങ്ങളെ പുതുക്കുന്ന അനുഭവമാണ്. കാൽവറിയിൽ യേശുക്രിസ്തു വരിച്ച കുരിശും അവൻ അനുഭവിച്ച പീഡകളും നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. നാം പല സിനിമകളിലും, പ്രത്യേകിച്ച് ജീസസ് എന്ന് പറയുന്ന സിനിമകളിലൂടെയൊക്കെ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് തുടങ്ങിയ സിനിമകളിലൂടെ നാം അതിൻ്റെ ചില ദൃശ്യാവിഷ്കരണങ്ങൾ ദർശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ മാധ്യമ ലോകത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ഒപ്പിയെടുക്കുവാൻ സാധിക്കുന്നതിന്റെ പരമാവധി കനത്തിൽ ആ പീഡാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു, തമ്പുരാൻ അനുഭവിച്ചത് അതിലും ശക്തമായ പീഡനങ്ങളാണ്. ശാരീരിക പീഡനങ്ങളെക്കാൾ കൂടുതൽ മാനസികമായ പീഡനങ്ങളും അവിടെയുണ്ട്. അത് ഒരു മാധ്യമത്തിനും തുറന്നു കാണിക്കുവാൻ സാധിച്ചിട്ടില്ല. ശാരീരിക പീഡനങ്ങൾ മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. തമ്പുരാൻ അനുഭവിച്ച മാനസിക വ്യതകൾ അതിലേറെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നത്, കർത്താവേ, ദൈവമേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. അവിടെ മാനസിക വ്യതകളുടെ ഒരു വലിയ ഭാരം തന്നെയുണ്ട്. നാം ഇന്ന് നേരിടുന്നതും ശാരീരിക പീഡനങ്ങളെക്കാൾ ഏറെ മാനസിക വ്യതകളാണ്. നമുക്കുമുള്ളത് ഇപ്രകാരമുള്ള ചില മാനസിക വ്യഥകളാണ്. അതുകൊണ്ട് ഈ കഷ്ടാനുഭവം, ഈ ദുഃഖവെള്ളി, ഈ വലിയ വെള്ളിയാഴ്ച നാം മനസ്സിലാക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായ സംഗതി, ഈ കഷ്ടതകൾ എൻ്റെ ആത്മശരീരങ്ങളെ പുതുക്കുന്നതിന്, എൻ്റെ ആത്മശരീരങ്ങളെ നവീകരിക്കുന്നതിന് ഇടയാകുന്നതാണ്. അപ്രകാരത്തിൽ നമ്മുടെ കഷ്ടാനുഭവം, ഈ കഷ്ടാനുഭവാഴ്ച മാറിത്തീരട്ടെ. വീണ്ടും കഷ്ടത എന്നത് നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മുടെ കഷ്ടതകൾ നമ്മുടെ വിശ്വാസത്തെ അടിയുറപ്പിച്ച് നിർത്തുന്ന കാര്യമാണ്. കഷ്ടതകൾ നമ്മുടെ വിശ്വാസത്തെ അടിയുറപ്പിച്ച് നിർത്തുന്നതാണ്. പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ പലതവണ പറയുന്നുണ്ട് കഷ്ടതകളെ പറ്റി. അദ്ദേഹം 100-ലധികം പ്രാവശ്യം പറയുന്ന ഒരു പദമുണ്ട്, കൃപ, കാരിസ് എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. 100-ലധികം തവണ കൃപയെപ്പറ്റി, ദൈവ കൃപയെപ്പറ്റി അദ്ദേഹം ശക്തമായി പറയുന്നുണ്ട്. തൻ്റെ ലേഖനങ്ങളിലൂടെ വിവിധ സഭകൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ദൈവകൃപയുടെ അനവരതമായ ആ അനുഭവത്തെ പറ്റി പൗലോസ്ലീഹ വ്യക്തമാക്കുന്നു. ദൈവകൃപ അതൊന്നുണ്ടെങ്കിൽ മാത്രമേ
ഈ കഷ്ടതകളുടെ മധ്യേ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. കഷ്ടതകളുടെ മധ്യേ എനിക്കും നിങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ ദൈവകൃപ നാം പ്രാപിച്ചിരിക്കണം. എങ്ങനെയാണ് നാം ഈ ദൈവകൃപ പ്രാപിക്കുന്നത്? ദൈവസന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ ഉണക്കി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ഒക്കെ അനുഭവത്തിലായിരിക്കുമ്പോഴാണ് കൂടുതലായി നാം ഈ ദൈവകൃപ അനുഭവിക്കുവാൻ ഇടയാകുന്നത്. എന്താണ് നമ്മുടെ പ്രാർത്ഥനകൾ? എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ? ഒരുവൻ കഷ്ടതയിലായിരിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണം? ലോകപ്രശസ്തനായ ചിന്തകനാണ് സോറൻ കീക്കർഹാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരു ഡാനിഷ് ഫിലോസഫറാണ്. അദ്ദേഹം പ്രാർത്ഥനയെപ്പറ്റി ഒരു നിർവചനം നൽകുന്നത് ഇപ്രകാരമാണ്. എന്താണ് പ്രാർത്ഥന? അദ്ദേഹം പറയുന്നു, ഈശ്വരനെ സ്വാധീനിക്കുന്നതല്ല പ്രാർത്ഥന. ഈശ്വരനെ സ്വാധീനിക്കുന്നതല്ല പ്രാർത്ഥന, മറിച്ച് പ്രാർത്ഥിക്കുന്ന ആളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും മാറ്റം വരിക എന്നുള്ളതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഈശ്വരനെ, ദൈവത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി നാം അതിൻ്റെ ഏതറ്റം വരെയും പോകും. നേർച്ചകൾ നേരും, പള്ളിക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കും, ദൈവത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് കൊടുക്കും, ദശാംശങ്ങൾ കൊടുക്കും, എല്ലാം കൊടുക്കും. നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ വന്നു വിടുന്ന എൻ്റെ രോഗങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, എൻ്റെ സാമ്പത്തിക പിരിമുറുക്കം ഒക്കെ മാറിക്കിട്ടണം. ദൈവത്തെ സ്വാധീനിക്കുകയാണ്. കോഴ കൊടുത്ത് ദൈവത്തെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അനുഭവം. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പറയുന്നുണ്ട്, ഞാൻ കൈക്കൂലി നീട്ടിയിട്ടും മരണത്തിന്റെ ദൂതൻ ആ കൈക്കൂലി വാങ്ങിച്ചില്ല എന്ന്. ഞാൻ കൈക്കൂലി നീട്ടിയിട്ടും മരണത്തിന്റെ ദൂതൻ എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചില്ല. പ്രിയമുള്ളവരെ, നാമും ഓർക്കേണ്ടത് ഇതുതന്നെയാണ്. ഈ വലിയ സത്യത്തെയാണ് നാമും തിരിച്ചറിയേണ്ടത്. എന്താണ്? ദൈവത്തിനെ പണം കൊടുത്തുകൊണ്ട് സ്വാധീനിക്കാമെന്ന് ആരും കരുതരുത്. ദൈവം നൽകുന്ന ദാനങ്ങളെ പണത്തിന് വാങ്ങിച്ചു കൊള്ളാമെന്ന് ഒരു മനുഷ്യനും കരുതരുത്. അപ്പോസ്തല പ്രവർത്തികളിൽ ഇപ്രകാരം ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. ആരാണെന്നറിയാമോ? ക്ഷുദ്രക്കാരനായ ശീമോൻ. പത്രോസിന്റെ അടുക്കൽ ചെന്നിട്ട് അവൻ ഒരു കിഴി പണം കൊടുത്തിട്ട് പറയുന്നു, ദൈവിക ദാനങ്ങളെ നൽകുന്ന നൽവരം എനിക്കു കൂടെ നൽകണമേ. പത്രോസ്ലീഹ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, ദൈവത്തിന്റെ ദാനങ്ങളെ പണത്തിന് വാങ്ങിച്ചു കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണവും നിന്നോടുകൂടെ തന്നെ നശിച്ചു പോകട്ടെ. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് ഓടി നടക്കുമ്പോൾ പണമാണ്, സമ്പത്താണ്, അല്ലെങ്കിൽ മാനാഭിമാനങ്ങളാണ് ഏറെ മികച്ചത് എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നമ്മുടെ പണത്തിനോ നമ്മളുടെ പ്രശസ്തിക്കോ ഒന്നും തന്നെ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അവിടെ ദൈവകൃപ എന്ന യവനിക തന്നെ നമ്മളെ വീണ്ടെടുക്കുവാനായി ആവശ്യമായി വരും. അത് പണം കൊണ്ടൊന്നും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. അത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമുക്ക് നേടിയെടുക്കണം. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന? ദൈവത്തെ സ്വാധീനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല, നമ്മിൽ തന്നെ രൂപാന്തരം വരുത്തിക്കൊണ്ടുള്ള ചില പ്രാർത്ഥനകൾ, നമ്മിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടുന്ന ചില അനുഭവങ്ങൾ. ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഏറെ മാറ്റങ്ങളുണ്ട്. നാം ദൈനംദിനം പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പോക്ക് എവിടേക്കാണെന്ന് നാം ചിന്തിച്ചു പോകും. ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പനും അമ്മയ്ക്കും മക്കളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. മക്കൾക്ക് മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. സഹോദരന്മാർക്ക് തമ്മിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. എവിടെയും അന്ധതയുടെ അനുഭവം മാത്രം. ഒരനുഭവം ഇപ്രകാരം: ഞങ്ങൾ ഒരു മാതാവിനെ കാണുവാനായി ആ മാതാവിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു.
വളരെ നാളുകളായി ആ മാതാവ് ആ ഭവനത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അമ്മ എവിടെ പോയിരുന്നേ? അപ്പോൾ അമ്മ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഞാൻ എൻ്റെ മകളുടെ കൂടെ താമസിക്കുവാനായി 2-3 മാസമായി അവിടുന്ന് പോയിട്ട്, ഈ വീട്ടിൽ നിന്ന് പോയിട്ട് ഞാൻ ഇന്നലെ തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പം വളരെ സന്തോഷം, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ വീട്ടിലെ പിതാവ് വളരെ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. പിന്നീടുണ്ടായ ഈ മക്കളെ ഈ അമ്മ കഷ്ടപ്പെട്ട് വളർത്തി. ഈ പിതാവിൻ്റെ മരണശേഷം ലഭിക്കുന്ന പെൻഷനും മറ്റുമായി ഈ മാതാവ് ഈ മക്കളെ ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുക. അവരെ എല്ലാം വിവാഹം കഴിഞ്ഞു, അവർക്കൊക്കെ മക്കളായി. അങ്ങനെ ഈ മാതാവ് മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള നല്ലൊരു അമ്മച്ചിയായി ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോഴായിരിക്കാം ഈ അമ്മ തൻ്റെ മകളുടെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം അവിടെ താമസിച്ചതിന് ശേഷം ഈ അമ്മ തിരിച്ച് ഇവിടെ എത്തി. അന്നേരമാണ് ഞങ്ങൾ ഈ മാതാവിനെ കാണുന്നത്. ഞങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അവരെല്ലാം നല്ല നിലയിൽ ജോലിയുള്ളവരാണ്. മക്കളും മരുമക്കളും എല്ലാം നല്ല നിലയിൽ ജോലി ചെയ്യുന്നു. കൊച്ചുമക്കളൊക്കെ നല്ല നല്ല വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്നു, നല്ല സാഹചര്യം. ഇതൊക്കെ പറയുമ്പോഴും ഈ അമ്മയുടെ മുഖത്ത് ഒരു സങ്കടമുണ്ട്. ഞങ്ങൾ ഈ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മച്ചിക്ക് ഒരു സങ്കടമുണ്ടല്ലോ? ഞങ്ങൾ ചോദിച്ചു, ആ കൊച്ചുമക്കളോട് കൂടെ ഇത്രയും ദിവസമായിരുന്നിട്ട് തിരിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഒറ്റയ്ക്കായതിൻ്റെ സങ്കടമായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അല്ല, അമ്മയുടെ സങ്കടം ഒറ്റയ്ക്കായതിൻ്റെ സങ്കടമല്ല. ഈ അമ്മ തിരിച്ചു പോരാൻ നേരത്ത് ഈ മകൾ അമ്മയോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇത്രയും ദിവസം അമ്മ അവരോട് കൂടെ താമസിച്ചതിന് ഒരു തുക, അമ്മയ്ക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. ഈ അമ്മയുടെ പെൻഷൻ തുകയിൽ നിന്നും മകൾക്ക് അമ്മ ഇത്രയും ദിവസം മകളോട് കൂടെ താമസത്തിനുള്ള ചെലവിന് കൊടുക്കുക. ഇത് വെറുതെ പറയുന്നതല്ല, നടന്ന കാര്യമാണ്. അമ്മ വളരെ സങ്കടപൂർവ്വം തിരിച്ച് ഇവിടെ വീട്ടിലെത്തി. അന്നേരമാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഇത് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ കാര്യമാണ് ഏറെ ശ്രദ്ധേയം. എൻ്റെ മക്കളെ, ഇവരുടെ അപ്പൻ മരിച്ചു കഴിഞ്ഞിട്ട് ഏറെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് ഞാൻ ഇവരെയൊക്കെ വളർത്തിയത്. 10 മാസം ഇവരെ ചുമ്മി ഈ ലോകത്തിൽ പ്രസവിച്ച് അവരെ ഇത്രത്തോളമൊക്കെ വളർത്തി വലുതാക്കി നല്ല അനുഭവങ്ങളിലാക്കിയപ്പോൾ ഞാൻ ഇവരോട് എന്താണ് ചോദിക്കേണ്ടത്? ഞാൻ ഇവരോട് എത്ര പണമാണ് ചോദിക്കേണ്ടത്? ഇന്നത്തെ ലോകത്തിൽ മാതാപിതാക്കളോടും മക്കളോടും ഒക്കെയുള്ള ചില ചോദ്യങ്ങളാണിത്. ചില അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്രകാരം നിലനിൽക്കുമ്പോൾ ചില തിരിച്ചറിവുകളാണ് നമുക്ക് ആവശ്യം. അത് മക്കൾക്ക് മാതാപിതാക്കളെ തിരിച്ചറിയുവാനും മാതാപിതാക്കൾക്ക് തിരിച്ചും ഈ തിരിച്ചറിവ് ഉണ്ടാകണം. ഈ കഷ്ടതയുടെ നടുവിലും പൗലോസ്ലീഹ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട്, യേശുക്രിസ്തുവിൽ അല്ലാതെ പ്രശംസിക്കുവാൻ എനിക്ക് ഈ ലോകത്തിൽ പ്രശംസിക്കുവാൻ മറ്റൊരു വകയുമില്ല. ഈ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊരു കാരണവുമില്ല. പ്രിയമുള്ളവരെ, ചില തിരിച്ചറിവുകളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു അനുഭവമാണ്. കഷ്ടതകളുടെയും തിരിച്ചറിവുകളുടെയും സഹനത്തിൻ്റെയും ഒക്കെ നല്ല പാഠങ്ങളെ പഠിക്കുവാൻ നമുക്ക് ഈ ലോകത്തിൽ സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ ലോകത്തിൽ മനുഷ്യർക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യർക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം തൻ്റെ തെറ്റുകളെ, എൻ്റെ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണ്? എൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ തെറ്റ് കണ്ടുപിടിക്കുവാൻ എനിക്ക് ഏറെ എളുപ്പമാണ്. പക്ഷെ എന്നിലേക്ക് തന്നെ നോക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ കഷ്ടാനുഭവ ആഴ്ച നാം പിന്നിട്ട് പോകുമ്പോൾ എന്നിലേക്ക് തന്നെ നോക്കുവാനും എൻ്റെ കുറവുകളെ തിരിച്ചറിയുവാനും
എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് കൂടുതൽ പ്രാർത്ഥനയോടുകൂടെ എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തെ സ്വാധീനിച്ചല്ല, എന്നിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി പ്രാർത്ഥിക്കുവാൻ, ഈ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ സാധിക്കട്ടെ. പീഡാനുഭവത്തിൻ്റെ നല്ല അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകട്ടെ. സഭാപിതാവായ വിശുദ്ധ ബസേലിയോസ് ഇപ്രകാരം പറയുന്നു: ഒരു മനുഷ്യന് ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് അവൻ പാപത്തിൽ വീണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അവൻ പാപത്തിൽ വീണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാക്കുന്നത്. അത് ചില മുറിവുകളായി എക്കാലവും നിലനിൽക്കും. അപ്രകാരം ചില മുറിവുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അത് കഷ്ടതകളും പ്രയാസങ്ങളും നൽകുന്ന ചില മുറിവുകളാകട്ടെ. അത് ഈ ക്രൂശിൽ നാം കാണുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ, ക്രിസ്തു സാമീപ്യത്തിൽ നമുക്ക് ഈ മുറിവുകളെ ഏറ്റുവാങ്ങുവാൻ തയ്യാറാകാം. നമുക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റ ദൈവത്തെ ധ്യാനിക്കുക. ഈ കഷ്ടാനുഭവം നമുക്ക് വേണ്ടിയുള്ളതാണെന്ന തിരിച്ചറിവോടുകൂടെ ഇനിയുള്ള സമയവും കൂടുതലായി ദൈവ സാന്നിധ്യം ഉൾക്കൊള്ളുവാനും ദൈവസാമീപ്യത്തിലായിരിക്കുവാനും ഏവർക്കും ഇടയാകട്ടെ. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.